Hi all. Entrance examination equilibrium എന്ന ചാപ്റ്റർ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാവാറുള്ളതാണ് ക്വസ്റ്റ്യൻസ് ഫ്രം പി എച്ച് കാൽക്കുലേഷൻസ്. സോ നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പി എച്ച് എങ്ങനെ ഏത് സിസ്റ്റത്തിൻ്റെത് എങ്ങനെ കണ്ടുപിടിക്കാം, ഏതൊക്കെ ഇക്വേഷൻസ് ആണ് നിങ്ങൾ പഠിക്കേണ്ടത്, ആൻഡ് വാട്ട് ആർ ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കൺഫ്യൂസിംഗ് പ്രോബ്ലംസ് ഫ്രം പി എച്ച് കാൽക്കുലേഷൻസ്. ഓക്കെ, സി എ ക്വസ്റ്റ്യൻ ഹിയർ. ഇവിടെ 0.1 mol HCl is dissolved in distilled water of volume V, then at limit delta V tends to or V tends to infinity, pH of solution is equal to ആണ് ക്വസ്റ്റ്യൻ. ഇതിന് മുന്നേ നമ്മുടെ പി എച്ച് കാൽക്കുലേഷൻസിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിന് മുന്നേ ലെറ്റ്സ് ഹാവ് എ ക്വിക്ക് ഐഡിയ അബൌട്ട് പി എച്ച് ആൻഡ് വാട്ട് ആർ ദി ഇക്വേഷൻസ് ഓഫ് പി എച്ച് ദാറ്റ് യു ഷുഡ് മെമ്മറൈസ് ഇൻ ഓർഡർ ടു ക്രാക്ക് എനി ക്വസ്റ്റ്യൻസ് ഫ്രം യുവർ എൻട്രൻസ് എക്സാമിനേഷൻസ്. ഓക്കെ, പി എച്ച് കാൽക്കുലേഷൻസിന് ആസ് യു നോ പി എച്ച് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ലോഗ് എച്ച് പ്ലസ് ഓർ H3O+ എന്ന് നമുക്ക് പറയാം. POH ഈസ് നെഗറ്റീവ് ലോഗ് OH മൈനസ് അയോൺ. പി എച്ചും പി ഒ എച്ചും കൂടി ആഡ് ചെയ്താൽ നമുക്ക് 14 ആണ് കിട്ടുക. ഒരാളുടെ പി എച്ച് എക്സ് ആണെങ്കിൽ അതിന്റെ H+ കോൺസെൻട്രേഷൻ 10⁻⁻⁻ pH ആണ് ഓർ -x എന്ന് നമുക്കറിയാം. ഇതൊക്കെ പി എച്ചിന്റെ സ്കെയില് നമ്മൾ 0 തൊട്ട് 14 വരെ പറഞ്ഞിരിക്കുന്നതൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് കൂടി മനസ്സിലാക്കാം. വൺസ് അഗെയിൻ പി എച്ച് ഈസ് നെഗറ്റീവ് ലോഗ് H+ കോൺസെൻട്രേഷൻ. ഈ ഇക്വേഷൻസ് ഡൈല്യൂട്ട് സൊല്യൂഷൻസിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഈ പി എച്ച് സ്കെയിലിന്റെ റേഞ്ച് തീരുമാനിക്കുന്നത് PKW ആണ്. 25 ഡിഗ്രി സെൽഷ്യസിലാണ് KW 10⁻⁻14 ഓർ PKW 14 എന്ന് നമുക്ക് പറയാൻ പറ്റുക. അതുകൊണ്ടാണ് 0 to 14 വരെ സ്കെയിൽ വരികയും ന്യൂട്രൽ പി എച്ച് 7 ആവുകയും ചെയ്തേ. അപ്പോൾ ഒരു ന്യൂട്രൽ സൊല്യൂഷന്റെ പി എച്ച് 7 എന്ന് നമ്മൾ പറയുന്നത് ഈ 25 ഡിഗ്രി സെൽഷ്യസിലാണ്. നമ്മുടെ കയ്യിലുണ്ടായിരുന്ന സ്കെയിൽ 0 to 15 വരെയുള്ള സ്കെയിലാണെങ്കിൽ ഞാൻ ആ സ്കെയിലിൽ വെള്ളത്തിന്റെ പി എച്ച് എന്താന്ന് ചോദിച്ചാൽ വെള്ളം ന്യൂട്രൽ ആണെന്നും അതുകൊണ്ട് ന്യൂട്രൽ പി എച്ച് എന്താണോ ആ വാല്യൂ പറയുകയും ചെയ്യണം. സോ ഹിയർ ഫോർ എക്സാമ്പിൾ ഇറ്റ് ഈസ് 7.5. സോ വെനെവർ ദർ ഈസ് ഡിക്രീസ് ഇൻ ടെമ്പറേച്ചർ കുറയുന്നതിനനുസരിച്ച് പി എച്ച് സ്കെയിൽ വലുതാവുന്നുണ്ട് എന്നുള്ള ഐഡിയ നമ്മുടെ മനസ്സിലുണ്ടാവണം. സോ പി എച്ച് സ്കെയിൽ വലുതാകുമ്പോൾ ന്യൂട്രൽ പി എച്ചും അതിനനുസരിച്ച് മാറും. ന്യൂട്രൽ പി എച്ചിനേക്കാളും വാല്യൂ കൂടുതലുള്ളതിനെ ബേസിക് എന്നും വാല്യൂ കുറവുള്ളതിനെ അസിഡിക് എന്നും പറയാം. ഇതേപോലെ നിങ്ങൾ ടെമ്പറേച്ചർ കൂടുതലുള്ള കേസ് നോക്കിയാൽ പി എച്ച് സ്കെയിൽ കുറയും. സോ 14നേക്കാളും സ്കെയിൽ കുറഞ്ഞാൽ അതിന്റെ മിഡ് പോയിന്റ് ആണ് ന്യൂട്രൽ പി എച്ച്. സോ ഡെഫിനറ്റ്ലി പി എച്ച് വാല്യൂ 7നേക്കാളും കുറവായിരിക്കും. So first have an idea about the change in this range of pH scale according with respect to temperature. ടെമ്പറേച്ചർ കൂടുമ്പോൾ പി എച്ച് സ്കെയിൽ ചെറുതാവും, ന്യൂട്രൽ പി എച്ചിന്റെ വാല്യൂ 7നേക്കാളും കുറയും. ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ ആണ് ഇത് സംഭവിക്കുന്നത്. ടെമ്പറേച്ചർ കുറഞ്ഞ പി എച്ച് സ്കെയിൽ വലുതാകും, ന്യൂട്രൽ പി എച്ച് നമ്മുടെ 7നേക്കാളും കൂടുതലായിരിക്കും. ഇനി നമുക്ക് പല വേരിയസ് സൊല്യൂഷൻസ് തന്നിട്ട് അതിന്റെ പി എച്ച് കാണുമ്പോൾ സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസസ് ഒക്കെയാണ് ചോദിക്കുന്നതെങ്കിൽ വെരി സിമ്പിൾ. ആസിഡ് ആണെങ്കിൽ ടോട്ടൽ H+ കാണുക, പി എച്ച് കാൽക്കുലേഷൻസ് ഡയറക്റ്റ് ചെയ്യാം. ബേസ് ആണെങ്കിൽ ടോട്ടൽ OH- കണ്ടുപിടിച്ച് POH ചെയ്യാം. ആൻഡ് ദെൻ പി എച്ച് ഈസ് 14 - POH എന്ന് പറയാം. മിക്സ്ചേഴ്സ് ഓഫ് ആസിഡ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ആസിഡുകളുടെ റിസൾട്ടന്റ് നോർമാലിറ്റി കണ്ടുപിടിക്കുക. എന്നിട്ട് ആ നോർമാലിറ്റി ആയിരിക്കും പി എച്ച് എന്ന് നമുക്ക് പറയാം, നെഗറ്റീവ് ലോഗ് H+. മിക്സ്ചേഴ്സ് ഓഫ് സ്ട്രോങ് ബേസസ് ആണ് തരുന്നതെങ്കിൽ ബേസുകളുടെ റിസൾട്ടന്റ് നോർമാലിറ്റി കണ്ടുപിടിച്ച് OH- കോൺസെൻട്രേഷൻ കിട്ടും. അതിൽ നിന്ന് POH കണ്ടുപിടിച്ച് ദെൻ പി എച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സ്ട്രോങ് ആസിഡുകളും സ്ട്രോങ് ബേസുകളും ഒരുമിച്ച് മിക്സ് ചെയ്താൽ ആസ് യു നോ ആസിഡും ബേസും കൂടി ക്യാൻസൽ ആവും, ന്യൂട്രൽ ആകും. സോ ന്യൂട്രലൈസേഷൻ ഒക്കെ നടക്കാനുള്ള ചാൻസസ് ഉണ്ട്. ദെൻ യു ഹാവ് ടു ബി വെരി കെയർഫുൾ. കാരണം ഈക്വൽ നമ്പർ ഓഫ് ആസിഡും ബേസും ഉണ്ടെങ്കിൽ അത് ന്യൂട്രലായി പി എച്ച് 7 ആണ്. ആസിഡുകളുടെ എണ്ണം H+ന്റെ എണ്ണമാണ് ഈക്വലൻസ് ആണ് കൂടുന്നതെങ്കിൽ അത് അസിഡിക് ആവും. അപ്പൊ നമ്മുടെ പി എച്ച് 7നേക്കാളും കുറവായിരിക്കണം. ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ നോക്കിക്കൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റും. ഇനി അതിൽ എക്സാക്ട് വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ റിസൾട്ടന്റ് H+ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതിന് ആസിഡും ബേസും കൂടി റിയാക്ട് ചെയ്തതിന് ശേഷം ബാക്കി എത്രയാണ് ആസിഡ് ഉള്ളതെന്നല്ലേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. സോ ബാക്കി എത്ര ആസിഡ് ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ ആസിഡ് മൈനസ് ബേസ് ബൈ ടോട്ടൽ വോളിയം ചെയ്യാം. സോ ആസിഡിന്റെ എണ്ണം കണ്ടുപിടിക്കാൻ വേണ്ടി ആസിഡുകളുടെ നോർമാലിറ്റി വോളിയം മൾട്ടിപ്ലൈ ചെയ്താണ് നിങ്ങൾ ചെയ്യേണ്ടത്. സിമിലർലി ആസിഡും ബേസും നോക്കി OH- എണ്ണം അഥവാ ഇക്വലൻസ് ഓഫ് ബേസ് ആണ് കൂടുതലെങ്കിൽ അത് ബേസിക് ആണ്. പി എച്ച് 7നേക്കാളും കൂടുതലായിരിക്കും നമുക്ക് കിട്ടേണ്ടത്. സോ ബാക്കി വരുന്ന OH- എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ ടോട്ടൽ ബേസിൽ നിന്നും റിയാക്ട് ചെയ്ത ആസിഡ് മൈനസ് ടോട്ടൽ വോളിയം ചെയ്യുന്നു.
അങ്ങനെ OH മൈനസ് കിട്ടി നമുക്ക് POHും അതുവഴി PHും കാൽക്കുലേറ്റ് ചെയ്യാം. സ്ട്രോങ് ആസിഡ് ബേസസിന്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇഫ് യു ആർ ഹാവിംഗ് വെരി ഡൈല്യൂട്ട് സൊല്യൂഷൻസ്, നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിരിക്കുന്ന സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസും ഡൈല്യൂട്ട് സൊല്യൂഷൻസ് ആണ് കണ്ടിരിക്കുന്നത്. Now let's suppose we are given with very dilute solution like 10 raised to minus 7 molar, 10 raised to minus 8 molar, 10 raised to minus 9 molar, etc. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം ഞാനൊരു സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ pH എത്രയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഈ സൊല്യൂഷനിനകത്തുള്ള മൊത്തം H+ ആണ് കാണേണ്ടത്. 10 raised to minus 7 molar HCl എന്ന് പറയുമ്പോൾ HCl തരുന്ന H+ മാത്രം എടുത്താൽ പോരാ, വാട്ടർ തരുന്ന H+ കൂടി കോൺട്രിബ്യൂട്ട് ചെയ്യണം. അത് നേരത്തെ കേസിലും ചെയ്യേണ്ടേ വേണം. പക്ഷെ നേരത്തെ വാട്ടറിന്റെ കോൺട്രിബ്യൂഷൻ നെഗ്ലിജിബിൾ ആയതുകൊണ്ട് ആസിഡിനെ മാത്രം നോക്കി നമുക്ക് pH പറയാൻ പറ്റുമായിരുന്നു. പക്ഷേ വെരി ഡൈല്യൂട്ട് സൊല്യൂഷൻസ് ആണ് തരുന്നതെങ്കിൽ വാട്ടർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന H+ ഒരിക്കലും ആസിഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നെഗ്ലക്ട് ചെയ്യാൻ കഴിയില്ല. അതുകൂടി പരിഗണിച്ചിട്ട് പറയണം. അല്ലാതെ 10 raised to minus 7 molar HClന്റെ pH 7 ആണെന്ന് പറയരുത്. ബിക്കോസ് HCl ഈസ് acidic solution, pH should be less than 7. അത് നിങ്ങൾ വാട്ടറിൻ്റെത് കൂടി കോൺട്രിബ്യൂഷൻ കൺസിഡർ ചെയ്താൽ നമുക്ക് 7നേക്കാളും കുറവുള്ള വാല്യൂസ് കിട്ടും. 10 raised to minus 8 molar HCl ആണെങ്കിൽ pH 8 അല്ല. pH 8 indicates it's a basic solution. So pH should not be 8. pH 7നേക്കാളും കുറവ് തന്നെയാണ്. നമ്മളവിടെ വാട്ടറിന്റെ കോൺട്രിബ്യൂഷൻ നെഗ്ലിജിബിൾ അല്ല, അത് മേജർ കോൺട്രിബ്യൂട്ടർ ആയിട്ട് മാറി. 10 raised to minus 9 molar HCl എടുക്കുമ്പോഴും 7നോട് വളരെ ക്ലോസ് ആയിരിക്കും, ബട്ട് അത് സ്ലൈറ്റ്ലി അസിഡിക് ആയിരിക്കുന്ന സൊല്യൂഷൻ തന്നെയായിരിക്കും. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, വെരി ഡൈല്യൂട്ട് സൊല്യൂഷൻസ് ആസിഡ്സ് ആണ് എടുക്കുന്നതെങ്കിലും അപ്പോഴും അത് അസിഡിക് തന്നെയാണെന്ന് മനസ്സിലാക്കുക. H2O ഉള്ള കോൺട്രിബ്യൂഷൻസ് നമ്മൾ നെഗ്ലക്ട് ചെയ്യാൻ പാടില്ല. സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസസിന്റെ ഇത്രയും കാര്യങ്ങൾ അറിയാമെങ്കിൽ പിന്നെ നമുക്ക് ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ pH കാണാൻ ചോദിക്കുന്നത് വീക്ക് ആസിഡ് വീക്ക് ബേസ് സൊല്യൂഷൻസ് ആയിരിക്കും. ഇൻ ദാറ്റ് കേസസ് ഓൾസോ യു ഷുഡ് ബി ഏബിൾ ടു നോ ദി ഇക്വേഷൻ, ബിക്കോസ് unlike strong acids and strong bases, these weak acids and weak bases are not dissociating to 100% extent. അവർക്ക് മുഴുവൻ ഡിസോസിയേഷൻ നടക്കുന്നില്ല, പാർഷ്യൽ ഡിസോസിയേഷൻ മാത്രമേ നടക്കുന്നുള്ളൂ. ഞാനിപ്പം H2SO4ഉം HCl ഒക്കെ സ്ട്രോങ് ആസിഡാ. 0.1 മോളാർ HCl എന്ന് പറഞ്ഞാൽ, അഥവാ 10 raised to minus മോളാർ HCl എന്ന് പറഞ്ഞാൽ HClലുള്ള കോൺസെൻട്രേഷൻ തന്നെയാണ് H+ന്റെ കോൺസെൻട്രേഷൻ. Because there is complete ionization happening. But ഞാൻ 0.1 മോളാർ അസറ്റിക് ആസിഡ് എന്നാണ് എടുക്കുന്നതെങ്കിൽ അസറ്റിക് ആസിഡ് തരുന്ന H+ന്റെ കോൺട്രിബ്യൂഷൻ 0.1 മോളാർ ആയിരിക്കില്ല, അതിനേക്കാളും കുറവാ. കാരണം പാർഷ്യൽ അയനൈസേഷൻ ആണ്. നമുക്ക് pH കണ്ടുപിടിക്കണമെങ്കിൽ ടോട്ടൽ H+ അല്ലേ ആവശ്യം. ഹെൻസ് if degree of dissociation alpha is given, pH is equal to half of pKa minus log C, where C stands for concentration of acid and Ka is equilibrium constant for acid known as acid dissociation constant. നമുക്കവിടെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കണ്ടുപിടിക്കാം. H+ കോൺസെൻട്രേഷന്റെ ഇക്വേഷൻസ് ഒക്കെ നമ്മൾ ഓർത്ത് വെക്കണം. വീക്ക് ആസിഡ് സൊല്യൂഷൻ്റെത് ഇത്രയും കാര്യങ്ങൾ മുഴുവനായിട്ട് അറിയാന്നുള്ളത് ശ്രദ്ധിക്കുക. എനിവേ pHന്റെ ഇക്വേഷൻ നമുക്ക് മനസ്സിലായി. pH is equal to negative log H+ only. അതില് H+ന്റെ കോൺസെൻട്രേഷൻസ് ഒക്കെ കണ്ടുപിടിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴേക്ക് pHന്റെ എക്സ്പ്രഷൻ ഹാഫ് ഓഫ് pK മൈനസ് ലോഗ് C ആണ്. ദ സെയിം ഈസ് ആപ്ലിക്കബിൾ ഫോർ വീക്ക് ബേസ്. OH മൈനസ് I എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. OH മൈനസ് കോൺസെൻട്രേഷൻ നമുക്ക് കണ്ടുപിടിക്കാം, ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ പറയാം, OH മൈനസ് കിട്ടിയാൽ POH പറയാം. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള സിമിലാരിറ്റി ശ്രദ്ധിക്കുക. pH is equal to half of pKa minus log C and POH is equal to half of pKb minus log C. ഇവിടെ C വീക്ക് ആസിഡിന്റെ കോൺസെൻട്രേഷൻ ആണ്, ഇവിടെ വീക്ക് ബേസിന്റെ കോൺസെൻട്രേഷൻ ആണ്. എപ്പോഴും നമ്മൾ ഏത് സൊല്യൂഷനെ പറ്റിയാണോ പറയുന്നത് അവരുടെ കോൺസെൻട്രേഷനെയാണ് C എപ്പോഴും റെപ്രസെന്റ് ചെയ്യുന്നത്. സോ വീക്ക് ആസിഡ് മാത്രമാണെങ്കിൽ pH എങ്ങനെ കണ്ടുപിടിക്കാം, വീക്ക് ബേസ് മാത്രമാണെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാം. Now let's say you are given with a buffer solution. Weak acid മാത്രമല്ല, weak acidന്റെ കൂടെ ഒരു സോൾട്ട് കൂടിയുണ്ട്, which is an acidic buffer. So weak acidും അതിന്റെ salt from a strong baseഉം തന്നാൽ acidic buffer ആണ്. Then pH is equal to pKa plus log salt by acid. അവിടെ സോൾട്ടിന്റെ കോൺസെൻട്രേഷൻ ബൈ ആസിഡിന്റെ കോൺസെൻട്രേഷൻ അത് നമ്പർ ഓഫ് മോൾസിന്റെ റേഷ്യോ ആയിട്ട് എടുത്താൽ തെറ്റിപ്പോവില്ല. വീക്ക് ബേസും
അതിൻ്റെ സ്ട്രോങ് ആസിഡിൽ നിന്നുള്ള ഒരു സോൾട്ടുമാണ് തരുന്നതെങ്കിൽ POH ബേസ് അല്ലേ, POH ഈസ് ഈക്വൽ ടു PKB പ്ലസ് ലോഗ് സോൾട്ട് ബൈ ബേസ് എന്ന് പറയാം. ഇവിടെ സോൾട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കോൺജുഗേറ്റ് സിസ്റ്റം ആണ്. ആസിഡിന്റെ കൂടെയുള്ള സോൾട്ടിനെ കോൺജുഗേറ്റ് ബേസ് എന്നും, ബേസ് ആണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ അതിന്റെ സോൾട്ടിനെ കോൺജുഗേറ്റ് ആസിഡ് എന്നും വിളിക്കാം. ഫോർ എക്സാമ്പിൾ, ഞാൻ HCN എന്ന ആസിഡ് ആണ് എടുക്കുന്നതെങ്കിൽ അതിന്റെ സോൾട്ട് CN മൈനസ് ആണ്, അഥവാ കോൺജുഗേറ്റ് ബേസ് CN മൈനസിനെയാണ് സൂചിപ്പിക്കുക. സോ വാട്ട് ഈസ് എ സിസ്റ്റം ഹിയർ? വീക്ക് ആസിഡ് മാത്രമല്ല, വീക്ക് ആസിഡും അതിന്റെ സോൾട്ടും അതുപോലെ വീക്ക് ബേസും അതിന്റെ സോൾട്ടും തന്നാലുള്ള ഇക്വേഷൻ ഏതാണ്? റെഡി? ആൻഡ് ദെൻ സോൾട്ട് മാത്രമാണ് നമുക്ക് തരുന്നതെങ്കിൽ PH കാണാനുള്ള ഇക്വേഷൻ എന്താണ്? സോൾട്ട് മാത്രം തരുമ്പോൾ ആരിൽ നിന്നൊക്കെയാണ് ഈ സോൾട്ട് ഉണ്ടായത് എന്നുള്ളത് ശ്രദ്ധിക്കണം. നമ്മുടെ കയ്യിലുള്ള സോൾട്ട് സ്ട്രോങ് ആസിഡ് ആൻഡ് സ്ട്രോങ് ബേസിൽ നിന്ന് ഉണ്ടാവുന്നതാണെങ്കിൽ സ്ട്രോങ്ങും ക്യാൻസൽ ആയിക്കോളും, ന്യൂട്രൽ PH നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇനി എപ്പോഴാണ് നമുക്കൊരു സോൾട്ട് സൊല്യൂഷൻ അസിഡിക് ആവുന്നത്? ആസിഡ് സ്ട്രോങ്ങും ബേസ് വീക്കുമാണെങ്കിൽ അസിഡിക് ആണ് സൊല്യൂഷൻ. അവരുടെ PH 7നേക്കാളും കുറവായിരിക്കും. അപ്പൊ ഇക്വേഷൻ നോക്കിയേ, 7 മൈനസ് ഹാഫ് ഓഫ് PKB പ്ലസ് ലോഗ് C. വൈ ദർ ഈസ് KB? ബിക്കോസ് ദർ ഈസ് വീക്ക് ബേസ്. വീക്ക് സിസ്റ്റത്തിന് എപ്പോഴും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് പറയാൻ പറ്റും. എപ്പോഴാണ് ഒരു സോൾട്ട് സൊല്യൂഷൻ നമുക്ക് ബേസിക് ആവുന്നത്? അപ്പൊ ബേസ് സ്ട്രോങ് ആയിരിക്കണം, ആസിഡ് വീക്ക് ആയിരിക്കണം, അപ്പോഴാണ് ബേസിക് കിട്ടുക. where pH will be greater than 7. So it is 7 plus half of pKa plus log C. എന്തുകൊണ്ടാ pKa weak acid ഉണ്ട്? എന്തുകൊണ്ടാ ഇവിടെ pKb weak base ഉണ്ട്? സിമ്പിൾ. അസിഡിക് ആണെങ്കിൽ 7 മൈനസ് എന്ന ഇക്വേഷൻ ആണ് നിങ്ങൾക്ക് സോൾട്ട് സൊല്യൂഷന്റെ ഇക്വേഷൻ ആയിട്ട് വന്നത്. ബേസിക് ആണെങ്കിൽ 7 പ്ലസ് എന്നാണ് വന്നിരിക്കുന്നത്. നൗ വീക്ക് ആസിഡും വീക്ക് ബേസും വന്നാൽ അത് ഡിപ്പെൻഡ് ചെയ്യും. ബിക്കോസ് രണ്ടുപേരും വീക്കാണ്, അതിൽ ബേസ് കുറച്ച് സ്ട്രോങ് ആണെങ്കിൽ അത് ബേസിക് ആയി, ആസിഡ് ഇത്തിരി സ്ട്രോങ് ആണെങ്കിൽ അസിഡിക് ആയി, രണ്ടുപേരും ഈക്വൽ എക്സ്റ്റെൻഡിലാണെങ്കിൽ അത് ക്യാൻസൽ ആയി ന്യൂട്രൽ ആയി. സോ ഇറ്റ് ക്യാൻ ബി അസിഡിക്, ബേസിക് ഓർ ന്യൂട്രൽ, സ്ട്രിക്ട്ലി ഡിസൈഡഡ് ബൈ KA/KB വാല്യൂ. ഇവരുടെ PH ഇതാണ് എപ്പോഴും നമുക്ക് എൻട്രൻസിന് ഏറ്റവും കൂടുതൽ ചോദിക്കുക. സോൾട്ട് സൊല്യൂഷനിൽ വീക്ക് ആസിഡ് വീക്ക് ബേസിൽ നിന്നുണ്ടായിരിക്കുന്ന സോൾട്ട് സൊല്യൂഷൻ ആണ്. അപ്പൊ ഈ PH നിങ്ങൾക്ക് മനസ്സിലായി. 4 കേസസിന്റെയും PHന്റെ ഇക്വേഷൻസ് നമുക്ക് മനസ്സിലായി. ആ 4 സോൾട്ട് സൊല്യൂഷൻസിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം PH ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓഫ് കോഴ്സ് ഹൈഡ്രോളിസിസ് എന്നാണ് സോൾട്ട് സൊല്യൂഷനെ നമ്മൾ വിളിക്കുക. ഹൈഡ്രോളിസിസ് ചെയ്യുമ്പോൾ ഹൈഡ്രോളിസിസ് കോൺസ്റ്റന്റ് ഉണ്ട്. അപ്പൊ നമുക്കിവിടെ വീക്ക് ആസിഡും സ്ട്രോങ് ബേസും ആണെങ്കിൽ വീക്ക് ആസിഡിന് ഒരു കോൺസ്റ്റന്റ് ഉണ്ട് KA, ഹൈഡ്രോളിസിസിന് ഒരു കോൺസ്റ്റന്റ് ഉണ്ട് KH. സോ അങ്ങനെ വരുന്ന കോൺസ്റ്റന്റുകളെയൊക്കെ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്താൽ KW കിട്ടും. താഴെ വീക്ക് ബേസ് ആണെങ്കിൽ അതിന്റെ കോൺസ്റ്റന്റും ഹൈഡ്രോളിസിസിന്റെ കോൺസ്റ്റന്റും മൾട്ടിപ്ലൈ ചെയ്താൽ KW കിട്ടും. വീക്ക് ആസിഡും വീക്ക് ബേസും ഉണ്ടെങ്കിൽ അവരെ ഹൈഡ്രോളിസിസ് കോൺസ്റ്റന്റിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ KW കിട്ടും. സോ അങ്ങനെയുള്ള റിലേഷൻസും നമുക്കിതിൽ നിന്ന് കിട്ടും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ആരുടെയൊക്കെ PH സൊല്യൂഷൻസ് പറയാൻ പറ്റണം. H+ കോൺസെൻട്രേഷൻ തന്നാൽ PH ഡയറക്റ്റ് നമുക്ക് പറയാം നെഗറ്റീവ് ലോഗ് H+ ആണ്. സ്ട്രോങ് ആസിഡ് തരാം, വെരി ഡൈല്യൂട്ട് സ്ട്രോങ് ആസിഡ് സൊല്യൂഷൻസ് തരാം, വീക്ക് ആസിഡ് തരാം, വീക്ക് ആസിഡും സോൾട്ടും നമുക്ക് തരാം, ദെൻ സോൾട്ട് സൊല്യൂഷൻ ഓർ സോൾട്ട് ഹൈഡ്രോളിസിസ് നമുക്ക് തരാം. See this question, 0.1 mole HCl is dissolved in distilled water ഓഫ് വോളിയം V ആണ്. അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് V ടെൻസ് ടു ഇൻഫിനിറ്റി PH ഓഫ് സൊല്യൂഷൻ ഈസ് ഈക്വൽ ടു ആണ് ചോദ്യം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മളിവിടെ PHന്റെ കാൽക്കുലേഷൻസ് ആസ് യു നോ PH ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ലോഗ് H+, അത് വെച്ച് തന്നെ നമ്മളത് ചെയ്യേണ്ടതുണ്ടോ അതോ ഈസി ആയിട്ട് നമുക്ക് കിട്ടുമോ എന്നുള്ളത് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കിയേ. ദിസ് ഈസ് വെരി ഈസി. കാരണം നമ്മൾ എടുത്തിരിക്കുന്നത് 0.1 മോൾ HCl സൊല്യൂഷൻ ആണ്. ആ 0.1 മോളിലേക്ക് നമ്മൾ ഇഷ്ടം പോലെ വാട്ടറിനെ ആഡ് ചെയ്തിരിക്കുന്നു. ഇൻഫിനിറ്റ് എമൗണ്ട് ഓഫ് വാട്ടറിനെ ആഡ് ചെയ്യുമ്പോഴേക്ക് എന്തായിരിക്കും സംഭവിക്കുക? വോളിയം ടെൻസ് ടു ഇൻഫിനിറ്റി ആകുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് മാക്സിമം ഡൈല്യൂഷൻ ചെയ്തു എന്നാണ്. അപ്പൊ HCl മാക്സിമം വെള്ളം വന്നപ്പോഴേക്ക് ദർ ഈസ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ ഹാപ്പനിങ് ആൻഡ് ദാറ്റ് ഗിവ്സ് യു ഓൾമോസ്റ്റ് ആ അസിഡിക് ആയിരിക്കുന്ന സൊല്യൂഷൻ ഓൾമോസ്റ്റ് ന്യൂട്രൽ ആയി എന്ന് പറയാം. ബിക്കോസ് യു ഹാവ് ഇൻഫിനിറ്റ് വോളിയം. അപ്പൊ അങ്ങനെ ന്യൂട്രൽ സൊല്യൂഷനായി. ഇനി അതിന്റെ ആസിഡിക് ക്യാരക്ടർ റെലവെന്റ് ആയിരിക്കില്ല, കാരണം കുറെ വെള്ളം വന്നതുകൊണ്ട്
അത് ടെൻസ് ടു ന്യൂട്രൽ ആണ്, ന്യൂട്രൽ സൊല്യൂഷൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ യു ഗെറ്റ് pH is equal to 7. ദാറ്റ് ഈസ് ഹൗ യു ഷുഡ് അപ്രോച്ച് ദിസ് ഇക്വേഷൻ. അപ്പൊ ഇവിടെ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കാനുള്ളത് നമുക്ക് തന്നിരിക്കുന്ന സൊല്യൂഷനിൽ വാട്ടറിന്റെ H+നെ കണക്ക് കൂട്ടണോ വേണ്ടയോ എന്നുള്ളത് കൂടി മനസ്സിലേക്ക് വരിക. ഇവിടെ വേറെ ഒന്നും ചെയ്യേണ്ടതില്ല. ഇറ്റ്സ് ഈസി. ഓപ്ഷൻ സി ഈസ് യുവർ ആൻസർ. Another question, 10 raised to minus 6 molar HCl is diluted to 100 times. What is its pH? നമുക്ക് തന്നിരിക്കുന്നത് സ്ട്രോങ് ആസിഡ് തന്നെയാണ് 10 raised to minus 6 molar HCl. അതിനെ 100 ടൈംസ് ഡൈല്യൂട്ട് ചെയ്യുന്നു. ഞാനത് സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ചെയ്താൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 10 raised to minus 6 എന്നുള്ളത് 100 ടൈംസ് ഡൈല്യൂട്ട് ചെയ്യുമ്പോഴേക്ക് 10 raised to minus 8 molar HCl ആയിട്ട് മാറും, റൈറ്റ്? 10 raised to minus 6 molar HCl ആണ് നമ്മുടെ കയ്യിലുള്ളത്. അതിനെ 100 ടൈംസ് ഡൈല്യൂട്ട് ചെയ്യുമ്പോഴേക്ക് you should understand 100 വോള്യം അത് കൂടിയിട്ടുണ്ട്. സോ ദാറ്റ് ഗിവ്സ് യു 10 raised to minus 8 molar HCl. ഇതിന്റെ pH ആ ചോദിച്ചിരിക്കുന്നത്. അത് ഡയറക്റ്റ് HCl-ലുള്ള H+നെ മാത്രം എടുത്തിട്ട് അത് 10 raised to minus 8 ആണെന്നും pH 8 ആണെന്നും പറയരുത്. There will be definitely an option. 8 എന്നുള്ളത് ഓപ്ഷൻ ഉണ്ടാവും. അങ്ങനെ ആലോചിക്കാതെ ചെയ്യരുത്. This is still HCl solution. അത് acidic solution തന്നെയാണ്. അങ്ങനെ acidic solution വരുമ്പോഴേക്ക് അതിന്റെ വാല്യൂ എന്തായാലും 7-നേക്കാളും കുറവായിരിക്കണം, ഓർ ക്ലോസ് ടു 7 ആയിരിക്കണം. അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നതിൽ 6 എന്നുള്ളത് എന്തായാലും ഓപ്ഷൻ വരില്ല. 6 എന്നുള്ള ഓപ്ഷൻ വരണമെങ്കിൽ 10 raised to minus 6 മോളാറിന്റെ pH ആണ് നമുക്ക് 6 എന്ന് വരേണ്ടത്. ഇവിടെ 10 raised to minus 8 മോളാർ ആകുമ്പോഴേക്ക് വാട്ടറിന്റെ കോൺട്രിബ്യൂഷനും HCl-ന്റെ കോൺട്രിബ്യൂഷനും ഒക്കെ ചെയ്യുമ്പോഴേക്ക് നമുക്ക് 6.9 ആയിരിക്കും ആൻസർ. ഇത് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. യു ഗെറ്റ് ദിസ്? മറ്റൊരു ചോദ്യം നോക്കിയേ. A 50 ml solution of pH 1 is mixed with a 50 ml solution of pH 2. The pH of the mixture ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ രണ്ടാൾക്കാരെ മിക്സ് ചെയ്ത് pH 1ഉം pH 2 ആണ്. അപ്പൊ ആ മിക്സ്ചർ ഈക്വൽ വോള്യം ആയതുകൊണ്ട് ഡയറക്റ്റ് ആ pHന്റെ ആവറേജ് എടുക്കാം എന്നല്ല വിചാരിക്കേണ്ടത്. pH is equal to 1 indicates H+ കോൺസെൻട്രേഷൻ എത്രയാണ്? ആദ്യത്തെ സൊല്യൂഷന്റെ H+ കോൺസെൻട്രേഷൻ 10 raised to minus pH ആണ്. അപ്പൊ അതിന്റെ മൊളാരിറ്റി കിട്ടി, അല്ലെ കോൺസെൻട്രേഷൻ. രണ്ടാമത്തതിലെ pH 2 ആയതുകൊണ്ട് അത് 10 raised to minus 2 ആണ്. 50 ml സൊല്യൂഷൻ ആണ് രണ്ടുപേരെയും മിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ മിക്സ് ചെയ്തു നമുക്ക് 10 raised to minus 1 മോളാറും 10 raised to minus 2 മോളാറും ഈക്വൽ വോള്യം നമ്മൾ മിക്സ് ചെയ്തിരിക്കുകയാണ്. ഈക്വൽ വോള്യം ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ റിസൾട്ടിങ് കോൺസെൻട്രേഷൻ. അപ്പൊ ഇവിടെയുള്ള H+ന്റെ കോൺസെൻട്രേഷൻ എത്രയായിട്ട് മാറും? പകുതിയായി മാറും. കാരണം വോള്യറിറ്റി ആയിട്ടില്ലേ. അങ്ങനെ ലോജിക്കലി ആലോചിച്ച് ഡയറക്റ്റ് നിങ്ങൾക്ക് ഈ H+ന്റെ കോൺസെൻട്രേഷൻ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, ഞാൻ 1/2 ഗ്ലാസ് വെള്ളം എടുത്തു, അതിൽ ഉപ്പ് ചേർത്തു, അല്ലെങ്കിൽ അതിൽ ആസിഡ് ചേർത്തു. ഇനി ഇതിലേക്ക് നിങ്ങൾ വോള്യം കൂട്ടുന്നതിനനുസരിച്ച് കോൺസെൻട്രേഷൻ കുറയും. അപ്പൊ ഈക്വൽ വോള്യം ആണ് നമ്മൾ മിക്സ് ചെയ്യുന്നത്. സോ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വോള്യം ഡബിൾ ആയിട്ടുണ്ട്. അപ്പൊ വോള്യം വരുമ്പോഴേക്ക് by 2 നമ്മൾ കൊടുക്കണം. അങ്ങനെ പുതിയ കോൺസെൻട്രേഷൻസ് വെച്ച് നമുക്ക് ചെയ്യാം. നൗ ലിസൺ, ഈ തന്നിരിക്കുന്നതില് പുതിയ H+ കോൺസെൻട്രേഷൻ ഞാൻ 10 raised to minus 1/2 എന്ന് എഴുതാം. കാരണം നേരെ പകുതിയായിട്ട് മാറും വോള്യം ഡബിൾ ആയതുകൊണ്ട്. രണ്ടാമത്തതിൽ നിന്ന് കിട്ടുന്ന H+ന്റെ കോൺസെൻട്രേഷനും 10 raised to minus 2/2 ആയിട്ട് മാറി. നൗ ഓവറോൾ H+ കോൺസെൻട്രേഷൻ നമുക്ക് പറഞ്ഞൂടെ? രണ്ട് ആസിഡ് സൊല്യൂഷൻസിനെ മിക്സ് ചെയ്യുമ്പോഴുള്ള H+ കോൺസെൻട്രേഷൻ വെച്ചും നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. വാട്ട് ഈസ് ഇറ്റ്? ഈസ് നോർമാലിറ്റി N1V1 plus N2V2 by ടോട്ടൽ വോള്യം. അങ്ങനെ ആലോചിക്കാം. So what is N1V1? It is 10 raised to minus 1 into 50 ml plus 10 raised to minus 2 into 50 ml divided by 100 ml എന്ന് പറഞ്ഞ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് കിട്ടുന്നത് എത്രയാ? It is 10 raised to minus 1 plus 10 raised to minus 2/2 ആയിരിക്കും നമുക്ക് കിട്ടാം. So this is equal to 0.1 plus 0.01/2 ആണ്, which is 0.11/2, or it is, ഞാൻ ഇതിന്റെ നേരെ പകുതിയാണ് 11ന്റെ പകുതിയാണ് എടുക്കുന്നതെങ്കിൽ 5.5 ആണ്. സോ ഇറ്റ്സ് 5.5 into 10 raised to minus 2, റൈറ്റ്? യെസ്. ഇതാണ് H+ന്റെ കോൺസെൻട്രേഷൻ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഇതിന്റെ pH ആണ് കാണേണ്ടത്. അപ്പൊ രണ്ട് pH സൊല്യൂഷൻസ് തന്നിട്ട് നിങ്ങളോട് മിക്സ് ചെയ്യുന്ന കാര്യം പറഞ്ഞെങ്കിൽ റിസൾട്ടന്റ് H+ കാണാം, അതിനുശേഷം ഇവരുടെ pH കാണാം. സോ ഈ pH നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ pH is equal to negative log H+ വെച്ച് നമുക്ക് ചെയ്യാം, which is 5.5 into 10 raised to minus 2. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നല്ല വ്യത്യാസമുണ്ട്. സോ അപ്രോക്സിമേഷൻ നമുക്ക് ചെയ്യാം. ലോഗ് 10 raised to minus 2 ആണ്. 2 മൈനസ് ലോഗ് 5.5 ആണ് നമുക്ക് കിട്ടുക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, എക്സാക്ട് ആയിട്ട് കണ്ടുപിടിക്കണമെങ്കിൽ 55 ആക്കി മാറ്റിയൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാം. എന്തായാലും ലോഗ് 5ന്റെ വാല്യൂ 0.69 ആണ്, ഓർ 70 ആണ്. ലോഗ് 6ന്റെ വാല്യൂ എടുത്താൽ 0.9
ലോഗ് 6 എന്ന് പറഞ്ഞാൽ 2 into 3 ആണ്, 7, 8 ആണ്. സോ നമുക്ക് ഇതിന്റെ ഇടയിലായിരിക്കണം ആൻസർ വരേണ്ടത്. സോ 2 minus 0.7 ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ 1.3 ആണ് കിട്ടുക. ഇതേപോലെ 2 minus 0.78 ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ 1.2 സംതിങ് ആണ് നമുക്ക് കിട്ടുന്നത്, റൈറ്റ്? സോ യുവർ ആൻസർ ഷുഡ് ബി 1.2. 1.3യോട് വളരെ ക്ലോസ് ആയിരിക്കുന്ന ആൻസർ നമുക്ക് 1.26 എന്ന ഓപ്ഷൻസ് എന്ന് പറയാൻ പറ്റും. ഇവിടെ എല്ലാം നമുക്ക് സ്ട്രോങ് ആസിഡുകൾ കേസ് തന്നെ തന്നെ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. ദ pH ഓഫ് എ സൊല്യൂഷൻ ഒബ്റ്റെയിൻഡ് by mixing 100 ml of 0.2 molar CH3COOH. CH3COOH is getting mixed with NaOH. So there is an acid and a base, but this is not strong acid and strong base. It's a weak acid and a strong base. എന്തായാലും ആസിഡ് ബേസ് റിയാക്ഷൻസ് നടക്കുമ്പോൾ there is neutralization and you have to see how many number of moles of acids and bases are present so that how many salts are formed. അപ്പം ഞാൻ ഇതിൽ CH3COOH NaOH കൂടിയുള്ള റിയാക്ഷൻ ഒന്ന് എഴുതിയേക്കാം, കൺഫ്യൂഷൻ ഒഴിവാക്കാൻ. CH3CONa പ്ലസ് H2O. അപ്പം എപ്പോഴും ആസിഡ് ബേസ് റിയാക്ഷൻസ് വരുമ്പോൾ ഇങ്ങനെ എഴുതുന്നത് നല്ലതാണ്. ഇനി നോക്കിയേ, നമുക്കിവിടെ CH3COHന്റെ നമ്പർ ഓഫ് മോൾസ് എത്രയാ? മൊളാരിറ്റിന്റെ വോളിയം ചെയ്താൽ 0.2 into 100 you get 20 millimoles. NaOH എടുത്തു കഴിഞ്ഞാൽ 100 into 0.2 it is also 20 millimoles. അപ്പൊ ഇവിടെ ലിമിറ്റിംഗ് റിയേജന്റ് ഒന്നും ഇല്ല, രണ്ടുപേര് ഈക്വൽ അളവിലാണ് ഉള്ളത്. ഒരു മോളിന് ഒരു മോൾ അസറ്റിക് ആസിഡിന് ഒരു മോൾ NaOH വേണം. സോ ഇവർ മുഴുവനായിട്ട് റിയാക്ട് ചെയ്ത 20 millimoles ഓഫ് സോൾട്ട് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ റിസൾട്ടിങ് സൊല്യൂഷനിൽ സോൾട്ട് പ്ലസ് വാട്ടർ അല്ലെങ്കിൽ സോൾട്ട് സൊല്യൂഷൻ ആണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പൊ ഇനി ആലോചിച്ച് നോക്കുക, നമ്മൾ pH കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇത് ബഫറിന്റെ pHന്റെ ഇക്വേഷൻ ആണോ? അല്ല. ബഫറിന്റെ pHന്റെ ഇക്വേഷൻ ആവണമെങ്കിൽ കുറച്ച് ആസിഡ് ബാക്കി വരണമായിരുന്നു. സപ്പോസ് CH3COHൽ 30 ml ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് ആസിഡ് ബാക്കി ഉണ്ടാവില്ലേ? അപ്പൊ കുറച്ച് ആസിഡും സോൾട്ടും ആണെങ്കിൽ അത് അസിഡിക് ബഫർ ആയിട്ട് എഴുതാമായിരുന്നു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് NaOHും സോൾട്ടും ആണുള്ളതെങ്കിൽ NaOH സ്ട്രോങ് ബേസ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ മറ്റേയാളുടെ കോൺട്രിബ്യൂഷൻ കുറവായിരിക്കും. സ്ട്രോങ് ബേസ് ആയതുകൊണ്ട് POH വെച്ച് പിന്നെ pH നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഇപ്പൊ സോൾട്ട് സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ. എങ്ങനെയാണ് സോൾട്ട് സൊല്യൂഷന്റെ pH കണ്ടുപിടിക്കുക? ഓരോന്നിന്റെ ഇക്വേഷൻ വ്യക്തമായിട്ട് അറിയണം. സോൾട്ട് സൊല്യൂഷൻ എടുക്കുമ്പോൾ ഇവിടെ സോൾട്ട് ഓഫ് സ്ട്രോങ് ബേസ് ആൻഡ് വീക്ക് ആസിഡ് ആണ്. ആസിഡ് സ്ട്രോങ് ആണ്, ആസിഡ് വീക്ക് ആണ്, ബേസ് സ്ട്രോങ് ആണ്. അപ്പൊ എന്തായാലും നമുക്ക് കിട്ടേണ്ടത് ബേസിക് ആയിരിക്കുന്ന ഒരു സൊല്യൂഷൻ ആണ്. സോ pH ചെയ്യുമ്പോൾ 7 plus half of pKa plus log C ആണ് ഇതിന്റെ ഇക്വേഷൻ, സോൾട്ട് സൊല്യൂഷൻ ചെയ്യുമ്പോഴുള്ള ഇക്വേഷൻ. അപ്പൊ കോൺസെൻട്രേഷൻ ഇവിടെ C എന്ന് ഉദ്ദേശിക്കുന്നത് സോൾട്ടിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ സോൾട്ടിന്റെ കോൺസെൻട്രേഷൻ ആണ്. എങ്ങനെയാണ് ഞാൻ സോൾട്ടിന്റെ കോൺസെൻട്രേഷൻ ചെയ്യുക? സോൾട്ടിന്റെ നമ്പർ ഓഫ് മോൾസ് ബൈ വോളിയം. 20 millimoles ബൈ ടോട്ടൽ വോളിയം 100 ml 100 ml കൂടി 200 ml ആണ് നമുക്ക് കിട്ടുക. സോ ദാറ്റ് ഈസ് 10⁻⁻1. അപ്പൊ ലോഗ് സിയുടെ വാല്യൂ pKa വാല്യൂ നമുക്ക് 4.74 എന്ന് തന്നു. സോ ദിസ് ഈസ് 7 plus half of, ദിസ് ഈസ് ഈക്വൽ ടു 7 plus half of 4.74 minus 1. ലോഗ് സി ലോഗ് 10⁻⁻1 ആണ് കിട്ടുക. സോ ദിസ് ഈസ് ഈക്വൽ ടു 7 plus half of 3.74 എന്ന് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു 7 plus by 2 നമ്മൾ ചെയ്യുമ്പോഴേക്ക് എത്ര കിട്ടുക? ഇറ്റ്സ് 1.87, റൈറ്റ്? 8.87 ആയിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ. യു ഗെറ്റ് എക്സാക്ട് ആൻസർ. അപ്പൊ ഏതാണ് സിസ്റ്റം എന്ന് ഐഡന്റിഫൈ ചെയ്ത് നമ്മൾ അതിന് പറ്റിയിരിക്കുന്ന ഇക്വേഷൻ കൊടുത്താൽ മതി. സി അനദർ ക്വസ്റ്റ്യൻ. ദ pKa ഓഫ് വീക്ക് ആസിഡ് HA is 4.80. The pKa of weak base BOH is 4.78. The pH of an aqueous solution of the corresponding salt BA. ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് കിട്ടിയിരിക്കുന്ന സോൾട്ട് ഈസ് ഡിറൈവ്ഡ് ഫ്രം എ വീക്ക് ആസിഡ് ആൻഡ് എ വീക്ക് ബേസ്. സോ സോൾട്ട് സൊല്യൂഷന്റെ pH ആണ് ചോദിച്ചിരിക്കുന്നത്. വീക്ക് ആസിഡ് വീക്ക് ബേസ് ആണെങ്കിൽ ഇറ്റ് ഈസ് 7 plus half of pKa minus pKb ആണ് നമ്മൾ ചെയ്യേണ്ടത്. സോ ഇത് pKb ആണെന്ന് പറയാം, വീക്ക് ബേസിന്റെ pKb. ഇനി pKb ആണ് കേട്ടോ, അത് പ്രിന്റിംഗ് എറർ ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 7 plus half of pKa which is 4.80 minus 4.78. So this is 7 plus half of 0.02. So you get 7.01. There is option. It's easy.
അപ്പൊ സോൾട്ട് മാത്രം വരുമ്പോൾ ഏത് ടൈപ്പ് സോൾട്ട് ആണെന്ന് നോക്കിയിട്ടാണ് അതിന്റെ ഇക്വേഷൻ എടുക്കേണ്ടത്. നമുക്ക് കൂടുതൽ ചാൻസ് വീക്ക് ആസിഡ് വീക്ക് ബേസിന്റെ സോൾട്ട് ആണ് കേട്ടോ. Another question, which of the following pH is not possible for ammonium chloride solution at a temperature greater than 25 degrees Celsius? Ammonium chloride solution. Ammonium chloride is a salt. So you have only salt. Salt solution ആണ് പറയുന്നത്. Salt solution depending upon the nature of salt or depending upon the nature of acid and base from which the salt is derived, other acidic basic characters ഒക്കെ മാറാം. NH4Cl എന്ന് പറയുന്നത് NH4OH ഉം HCl ഉം കൂടി ചേർന്നുണ്ടാവുന്നതല്ലേ, വിച്ച് മീൻസ് NH4OH വീക്ക് ബേസ് ആണ്, HCl സ്ട്രോങ് ആസിഡ് ആണ്. സോ എനിക്ക് കിട്ടുന്നത് അസിഡിക് ആയിരിക്കുന്ന സൊല്യൂഷൻ ആയിരിക്കണം. pH എപ്പോഴും അസിഡിക് മീഡിയത്തിൽ വരണം എന്ന് മാത്രമേ ഉള്ളൂ. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, ടെമ്പറേച്ചർ ഗ്രേറ്റർ ദാൻ 25 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ ആ pH എത്രയായിരിക്കും? സാധിക്കാത്തത്. ഇറ്റ്സ് നോട്ട് പോസിബിൾ എന്നാ ചോദിച്ചേ. അപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് വരണം, നമ്മൾ എടുത്തിരിക്കുന്ന pH ഈസ് ഈക്വൽ ടു 7 എന്നുള്ളത് ന്യൂട്രൽ pH ആയിരിക്കുന്നത് 25 ഡിഗ്രി സെൽഷ്യസിലാണ്. കാരണം അവിടെയാണ് 0 to 14 എന്ന സ്കെയിൽ കിട്ടുകയും അതിന്റെ നേർപകുതി 7 എന്നുള്ളത് ന്യൂട്രൽ ആവുകയും ചെയ്തത്. നമ്മൾ എടുത്തിരിക്കുന്ന ടെമ്പറേച്ചർ ഗ്രേറ്റർ ദാൻ 25 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ സ്കെയിൽ ചെറുതാവും. അതിപ്പം 14 വരെ ഇല്ല, 13 വരെയോ 12 വരെയോ ആവാം. 13 വരെയാണ് ആവുന്നതെങ്കിൽ ന്യൂട്രൽ pH 6.5. അപ്പൊ 6.5 കുറവുള്ള എല്ലാവരും അസിഡിക് ആണ്. യു അണ്ടർസ്റ്റാൻഡ്? ഇപ്പൊ നമുക്കിവിടെ പറ്റാത്തത് ഏതാന്നുള്ളതാ ചോദ്യം. നിങ്ങൾ മനസ്സിലാക്കുക, പൊതുവെ ന്യൂട്രൽ pH നമുക്ക് 7 ആണ് വരേണ്ടത്. അപ്പൊ അസിഡിക് ആവണമെന്നുണ്ടെങ്കിൽ 7നേക്കാളും കുറവുള്ളവരാണ് അസിഡിക് ആവുക. ടെമ്പറേച്ചർ സ്കെയിൽ വലുതാവുന്നതിനനുസരിച്ച് pH റേഞ്ച് കുറയുന്നു. അപ്പൊ നമ്മുടെ അസിഡിക് ക്യാരക്ടർ ഇപ്പൊ 7നേക്കാളും കുറവാണെങ്കിൽ ഇനിയുള്ളത് അതിനേക്കാളും കുറഞ്ഞ വാല്യൂസ് വരണം, കാരണം ന്യൂട്രൽ pH ചെറുതാവും. ഇനി 0 to 12 വരെയാണെങ്കിൽ ന്യൂട്രൽ pH 6 ആകും. അപ്പൊ അതുക്കും താഴെയായിരിക്കണം അസിഡിക് pH വരേണ്ടത്. സോ 7 എന്ന് പറയുന്നത് നമുക്കിവിടെ പോസിബിൾ അല്ല, ബിക്കോസ് അറ്റ് ദിസ് ടെമ്പറേച്ചർ 7 എന്ന് പറയുന്നത് ബേസിക് റീജിയണിലായിരിക്കും വരുന്നത്, ബിക്കോസ് ന്യൂട്രൽ pH വിൽ ഹാവ് എ വാല്യൂ ലെസ് ദാൻ 7. സോ 7 pH will corresponds to basic solution, which is not acceptable here because the salt is derived from a strong acid and a weak base and it is an acidic salt solution. So 7 ഇതാവാൻ കഴിയില്ല എന്നുള്ളത് മനസ്സിലാക്കാം. So another question, if 50 ml of 0.2 molar KOH base is added to 40 ml of 0.5 molar acetic acid, the pH of the resulting solution ചോദിച്ചു. Acid base reactions ആണെങ്കിൽ better to write the equation to avoid confusion. CH3COOH plus KOH gives you salt, CH3COOK plus H2O, and this is balanced. Number of moles ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. molarity into volume ചെയ്താൽ KOH കിട്ടും. 50 into 0.2 it's 10 millimoles of KOH. 40 into 0.5 it's 20 millimoles of CH3COOH. And now you understand they are not present in equal amount. നമ്മുടെ ബാലൻസ്ഡ് ഇക്വേഷൻ പ്രകാരം ഒരു CH3COH ഒരു KOH മതി. CH3COH അധികം ഉണ്ട്, KOH കുറവാ, അത് ലിമിറ്റിംഗ് റിയേജന്റാ. അപ്പൊ KOH മുഴുവനായിട്ട് റിയാക്ട് ചെയ്യും, 10 മില്ലിമോളും റിയാക്ട് ചെയ്യും. അസറ്റിക് ആസിഡ് ഒന്നും 10 മില്ലിമോളെ റിയാക്ട് ചെയ്യുള്ളൂ, ബാക്കി 10 മില്ലിമോൾ ഉണ്ടാവും. ആൻഡ് പ്രോഡക്റ്റ് 10 മില്ലിമോൾ കിട്ടി. സോ ഞാൻ സൊല്യൂഷൻ എടുത്തപ്പോൾ നമുക്ക് മനസ്സിലായത് വീക്ക് ആസിഡും അതിന്റെ തന്നെ സ്ട്രോങ് ബേസിൽ നിന്നുള്ള സോൾട്ടും ആണ്. ഇതിന്റെ pH ചോദിച്ചാൽ അസിഡിക് ബഫറിന്റെ pH കാണുന്ന രീതിയിൽ ചെയ്യണം. നേരത്തെ നമ്മൾ സോൾട്ട് സൊല്യൂഷന്റെ മാത്രം എടുത്തത്, അസിഡിക് ബഫർ ആണ്. അപ്പൊ അസിഡിക് ബഫർ നമുക്ക് തന്നിട്ട് അതിന്റെ pH കാണണം. സോ യു ഗെറ്റ് pH is equal to pK plus log number of moles of salt by acid. Number of moles of salt by acid. Salt എത്രയാ? 10 millimole. ആസിഡിന്റെ നമ്പറും 10, അത് രണ്ടും സെയിം ആണ്. സോൾട്ട് ബൈ ആസിഡ് 1 ആണ്. അപ്പൊ ലോഗ് 1 0 ആയതുകൊണ്ട് അത് PKAക്ക് ഈക്വൽ ആണ്. PK കണ്ടാൽ മതി, KA തന്നിരിക്കല്ലേ. KA നമുക്ക് തന്നു കഴിഞ്ഞാൽ PK ഈസി ആയിട്ട് കാണാം. സോ KA is equal to, നമുക്ക് ഓപ്ഷൻസ് തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഇതിനെ 18 into 10⁻⁻4 എന്ന് നമുക്ക് 10⁻⁵ ആക്കി ചെയ്യാം. റെഡി. ഇനി ഇത് നമ്മൾ സോൾവ് ചെയ്താൽ മതി. PKA is നെഗറ്റീവ് ലോഗ് KA നമ്മൾ ചെയ്യുന്നു.
നെഗറ്റീവ് ലോഗ് ഓഫ് ദിസ് ചെയ്യുമ്പോൾ 5 മൈനസ് ലോഗ് 3 സ്ക്വയർ. ലോഗ് 3 സ്ക്വയർ 9 ആണ്. ലോഗ് 3 എന്ന് പറയുന്നത് 0.48 ആണ്. 0.96 minus log 2 0.3 ആണ്. So this is 5 minus 1.26 where you are getting 3.74. Yes, 74 അല്ലേ വരിക? Yes, you get option A. 647. Yes. Let's see one more question. Which solution is not a buffer solution? തന്നിരിക്കുന്നത് NaCN ഉം HCl ഉം കൂടി മിക്സ് ആവുന്നതാ. NaCN എന്നുള്ളത് സോൾട്ട് ആണ്. അപ്പൊ Na പ്ലസും Cn മൈനസും ഉണ്ടാവും. HCl H പ്ലസും Cl മൈനസും ഉണ്ട്. സോ ലെറ്റ്സ് റിയാക്ട് ഇറ്റ്. ഞാൻ ഇങ്ങനെ എഴുതിയാൽ മതിയല്ലോ. NaCN പ്ലസ് HCl ഗിവ്സ് യു NaCl പ്ലസ് HCl. ഇതാണ് നമുക്ക് കിട്ടുക. ഈ റിയാക്ഷൻ പോസിബിൾ ആണ് കാരണം HCl വീക്ക് ഇലക്ട്രോലൈറ്റ്. എപ്പോഴും സോൾട്ട് ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണ്. സ്ട്രോങ് ആസിഡ് ഇസ് എ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്. റിയാക്ഷൻ വിൽ ഓൾവേസ് പ്രൊസീഡ് ഇൻ എ ഡിറക്ഷൻ വെയർ വീക്ക് ഇലക്ട്രോലൈറ്റ്സ് ആർ ഫോംഡ്. അപ്പൊ ഈ റിയാക്ഷൻ നടക്കും. നമുക്ക് തന്നിരിക്കുന്നതിൽ ആദ്യത്തെ 2 കേസിലും NaCN ഉം HCl ഉം ആണ്. ആദ്യം നിങ്ങൾക്ക് 2 മോള് തന്നു ആൻഡ് 1 മോൾ ഉണ്ട്. നമ്മൾ ബാലൻസ്ഡ് ഇക്വേഷൻ പ്രകാരം 1 മോൾ ഈച്ച് ഈസ് റിക്വയർഡ്. അപ്പൊ HCl 1 മോൾ മുഴുവനായിട്ട് റിയാക്ട് ചെയ്യും. NaCN 2 മോളിൽ നിന്ന് 1 മോളെ റിയാക്ട് ചെയ്യുള്ളൂ. 1 മോള് ബാക്കി ഉണ്ടാവും. ആൻഡ് യു ഗെറ്റ് പ്രോഡക്റ്റ് 1 മോൾ ഈച്ച്. അപ്പൊ നിങ്ങൾ അതിൽ മനസ്സിലാക്കേണ്ടത് നമുക്ക് HCl എന്ന വീക്ക് ആസിഡും അതിന്റെ സ്ട്രോങ് ബേസിൽ നിന്നുള്ള സോൾട്ട് നമ്മുടെ കയ്യിലുണ്ട്. NaCN കൂടി പ്രസന്റ് ആണ്, റൈറ്റ്? അതുകൊണ്ട് അതിനെ നമുക്ക് ബഫർ കാറ്റഗറി ആയിട്ട് പറയാൻ സാധിക്കും. സെക്കൻഡ് കേസിൽ നിങ്ങൾക്ക് ഇതേ റിയാക്ഷനിൽ 1 മോൾ NaCN ഉം 1 മോൾ HCl ഉം ആണ് തന്നിരിക്കുന്നത്. നൗ വാട്ട് ഹാപ്പൻസ്? അവർ രണ്ടുപേരും ഈക്വൽ ആയിട്ട് റിയാക്ട് ചെയ്യും. അപ്പൊ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കുന്നത് HCN ഒരു വീക്ക് ആസിഡും അതിന്റെ സോൾട്ട് അല്ല ഉള്ളത്. അത് NaCl എന്ന് പറയുന്നത് വേറൊരു സോൾട്ട് ആണ്. അപ്പോൾ ഒരു വീക്ക് ആസിഡും അതിന്റെ തന്നെ സ്ട്രോങ് ബേസിൽ നിന്നുള്ള സോൾട്ട് അല്ല. അതുകൊണ്ട് നമുക്ക് അതിനെ ബഫർ ആയിട്ട് പറയാൻ കഴിയില്ല. വിച്ച് ഈസ് നോട്ട് എ ബഫർ. ദാറ്റ് ഷുഡ് ബി യുവർ ആൻസർ. തേർഡ് കേസിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് അമോണിയം HCl ആണ്. ആസിഡ് ബേസ് റിയാക്ഷൻ എഴുതി നോക്കൂ. ലെറ്റ്സ് ടേക്ക് എ ന്യൂ പേജ്. NH3 plus HCl giving NH4Cl and this is balanced. അപ്പൊ 2 മോൾ അമോണിയ എടുത്തു. അതിൽ 1 മോൾ HCl മാത്രമേ പ്രസന്റ് ആയിട്ടുള്ളൂ. നമുക്ക് 1 മോളിന് 1 മോള് മതി. സോ HCl മുഴുവൻ റിയാക്ട് ചെയ്തു, ബാക്കി 0. NH3 2 ഒരാൾ മാത്രം റിയാക്ട് ചെയ്തു, 1 മോൾ ബാക്കിയുണ്ട്. 1 മോൾ സോൾട്ട് ഉണ്ടായി. സോ യു ഹാവ് എ സോൾട്ട് ആൻഡ് എ വീക്ക് ബേസ്. വീക്ക് ബേസും അതിന്റെ സ്ട്രോങ് ആസിഡിൽ നിന്നുള്ള സോൾട്ടും നമുക്ക് ബേസിക് ബഫർ ആണ്. അപ്പം അവരും ബഫറായിട്ട് ആക്ട് ചെയ്യാൻ കഴിയും. അടുത്ത നിങ്ങൾക്ക് തന്നിരിക്കുന്നയാളെ നോക്കിയേ. CH3COOH ആൻഡ് KOH ആ തന്നത്. ആസിഡ് ബേസ് റിയാക്ഷൻസ് വീണ്ടും എഴുതി നോക്കുന്നു. യു ഗെറ്റ് സോൾട്ട് പ്ലസ് വാട്ടർ. 2 മോളും 1 മോളും ആണ് തന്നത്. 1 മോൾ KOHന് ശരിക്കും 2 മോൾ CH3COHന്റെ ആവശ്യമില്ല. 1 മോൾ മുഴുവനായിട്ട് 1 മോളുടെ കൂടെ റിയാക്ട് ചെയ്താൽ 1 മോൾ CH3COH ബാക്കിയുണ്ട്. സോ യു അണ്ടർസ്റ്റാൻഡ് ഒരു വീക്ക് ആസിഡും അതിന്റെ സ്ട്രോങ് ബേസിൽ നിന്നുള്ള സോൾട്ടും ആണ്. സോ അത് ആസിഡിക് ബഫർ ആവും. സോ ഇതിൽ ബഫർ ആവാത്തയാൾ ഓപ്ഷൻ ബി ആണെന്ന് പറയാം. ഇങ്ങനെ pHുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന ചോദ്യങ്ങളാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. സോ ഫസ്റ്റ് മേക്ക് ആൻ അണ്ടർസ്റ്റാൻഡിങ് ഹൗ ടു ഡിഫൈൻ pHും ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് ന്യൂട്രൽ pHൽ എന്ത് വ്യത്യാസമാണ്, സ്കെയിലിൽ എന്താ സംഭവിക്കുക എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ സ്ട്രോങ് ആസിഡ്സ് ഒക്കെ പറയുമ്പോൾ വെരി ഡൈല്യൂട്ടഡ് സൊല്യൂഷൻസ് ആകുമ്പോൾ നിങ്ങൾ വാട്ടറിലുള്ള H+നെ നെഗ്ലക്ട് ചെയ്യാൻ പാടില്ല. അവരുടെ pHൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. 2 ആൾക്കാരെയൊക്കെ മിക്സ് ചെയ്യുകയാണെങ്കിൽ റിസൾട്ടന്റ് കണ്ടിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ. വീക്ക് ആസിഡ് മാത്രം വരാം. പിന്നെ വീക്ക് ആസിഡിന്റെ കൂടെ സോൾട്ട് വരുമ്പോഴേക്ക് അത് ബഫറായിട്ടുണ്ട്. സോൾട്ട് സൊല്യൂഷൻസ് മാത്രം വരാം. അങ്ങനെയൊക്കെ ഉള്ള കേസുകളിൽ ആൾക്കാർ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് ചെയ്യുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. So that's about the discussion. These are some of the important concepts from the pH calculations. നമുക്ക് തെറ്റിക്കാൻ സാധ്യത വരുന്ന കൺസെപ്ച്വലി പെട്ടെന്ന് മാത്തമാറ്റിക്കലി ചെയ്ത് നമുക്ക് തെറ്റിക്കാൻ സാധ്യതയുള്ളതാണ്. That's about the session. Thank you.